അൽ ഉലമാ വറസത്തുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികൾ ഉലമാക്കന്മാരാണ്, പണ്ഡിതന്മാരാണ്. അവരാണ് പിന്നെ അമ്പിയാക്കന്മാർക്ക് പകരം ഇവിടെ ദീൻ നടത്തേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കടമയാണ് ഉലമാക്കന്മാർ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ, റഈസുൽ മുഹഖ്ഖിഖീൻ കനിയത്ത് ഉസ്താദിന്റെ നേതൃത്വത്തിൽ, ശംസുൽ ഉലമായുടെ നേതൃത്വത്തിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ആ വഴിയിൽ കൂടെ പ്രവർത്തിക്കാനും ചലിക്കാനും ഒക്കെ നിർബന്ധിതരായത് ആ ഒരു കടമുദ്ദേശമുണ്ട്. അമ്പിയാക്കന്മാരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് അവർ. അതിന്റെ പരമ്പര ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖിയാമം വരെ അത് നിലനിൽക്കുകയും ചെയ്യും. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിർവഹിക്കും. അതുകൊണ്ട് തന്നെ ഇത് ദീനാണ്, നെഞ്ചിലേറ്റേണ്ട ഒരു സംഗതിയാണ്. ഇതിനെ വിമർശിക്കാൻ ഒരിക്കലും ആർക്കും അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പേച്ച മാർഗത്തിലാണ്. വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, എതിർഭാഗം പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരായവർ, അള്ളാഹു പേച്ചവർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിനെതിരിൽ വിലങ്ങ് പ്രവർത്തിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ ഒരുപാട് പണ്ഡിതരും സമസ്തകളും ഉഷാവർ അംഗങ്ങൾ തന്നെ ഒരുപാട് ഇവിടെ നിരന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട അതിന്റെ കീഴടങ്ങൾ 14 കീഴടങ്ങൾ നമുക്കുണ്ട്. ആ 14 കീഴടങ്ങളും പ്രവർത്തനങ്ങൾ വെവ്വേറെ അതൊക്കെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ നമ്മൾ ശക്തി പകരേണ്ടതാണ്. ഒരു വിഭാഗീയതയിലേക്കോ ഒരു ഭിന്നിപ്പിലേക്കോ പോവാതെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.